എവിടേത് ജീവിച്ചൊക്കെ ഇരിപ്പണ്ട. എന്താ നിനക്ക് മാത്രം ജീവിച്ചിരുന്നാ മതിയോ? 6 മാസമായിട്ട് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു ചോദ്യം. മരിക്കണവരെ ജീവിച്ചിരിക്കുന്ന കളവന്റെ വിചാരം ചത്തുള്ളൂ പട്ടി. 2-3 പേര് ഫോൺ ചെയ്യാൻ വന്നിട്ട് തിരിച്ചുപോയി. നീ ഇതെവിടെ നടക്കിയ? അവനിപ്പോ ഡോക്ടറല്ലേ? ഡോക്ടറാ? ആ പൊട്ടിപ്പെന്റെ തന്തക്ക് മരുന്ന് കൊടുക്കൽ ചികിത്സിക്കലല്ലേ അവന് ഇപ്പോഴത്തെ പണി. പാവങ്ങളാ, നമ്മളെ കൊണ്ടാവുന്ന സഹായം അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ആരാ ടാറ്റയുടെ മോനാ? എനിക്ക് 1.5 ആഴ്ച എലിപ്പനി പിടിച്ച് ആശുപത്രി കിടന്നപ്പാ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാടാ. പുറത്ത് കൂനായതുകൊണ്ടാ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാഞ്ഞേ. കേക്കണോ? ആ പൊട്ടിയുടെ തന്തക്ക് മരുന്ന് കൊടുക്കാൻ ഞാൻ കൂടി വരട്ടെന്ന് ചോദിച്ചപ്പോ ഈ കാമക്കൂനം പറയാൻ പറ്റൂലെന്ന്. ഇവൻ ആകെപ്പാടെ വർഷങ്ങളായിട്ട് പറയണ്ടാ. ആ കണ്ണില്ലാത്ത പെണ്ണിനെ ബൂത്തി കേട്ടിട്ട് ഉമ്മ കൊടുത്ത് വളഞ്ഞു നിൽക്കുമ്പോ എങ്ങനെ അപ്പൊ നേരെ നിന്നുള്ള സ്ഥിതി എന്തായിരിക്കും? കടമാഴ്ച കാശ് എടുക്കരുതാ. നിനക്ക് കടമില്ല. കടം വാങ്ങിച്ചതിന് ഇത്രയും അഹങ്കാരം പാടില്ല. നീ ഉമ്മ വെച്ചാ? അയ്യോ, ഒരു കയ്യബദ്ധം പറ്റിയതാ. അതൊരു പാവം പെണ്ണ, കണ്ണില്ലാന്നുള്ളൂ, നല്ല മിടിക്കുക. ഇഷ്ടപ്പെട്ട നമുക്ക് ആ പെൺകുട്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല കാര്യോ? എന്തേ? കണ്ണില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ അച്ഛന് കൂടുതൽ ഇഷ്ടവും. ഇവനും കൂടി അവരുടെ സർക്കസ് സമിതി ചേർന്ന പിന്നെ ഒരു ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടായിരടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. ഞാനും കാര്യമായിട്ട് പറഞ്ഞ. നീ ബൂത്തിലേക്കല്ലേ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരിവിടെ വിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യം ഒന്ന് ആലോചിക്കാം. എന്നെ പോലെ ഒരാൾക്ക് ഒരു കണ്ണൂട്ടേക്ക് ആലോചിക്കാന്ന് പറഞ്ഞ അതിന്റെ ഒരു പറഞ്ഞ മുതുകില് മസലും വെച്ച് ഋത്തിക് റോഷൻ പോണ പോക്കണ്ട. അവന്റെ മുതുകത്തിരിക്കുന്ന കൂനല്ല, അഹങ്കാരോ. ചുമ്മാ ഇരിടാ. ഇതും കൂടി കഴിച്ചോളൂ. ഇംഗ്ലീഷ് മരുന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് മാറിക്കോളും. ഒരു 1/2 മണിക്കൂർ മൂടിപ്പോച്ച് കിടന്നാ മതി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ സഹായിക്കാൻ മനസ്സിലുള്ള ഒരു ചുരുക്കമാ. എന്താ മോന്റെ പേര്? കുഞ്ഞൻ. വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞോ? അതല്ല, ശരിക്കുമുള്ള പേര്? നാട്ടുകാർ വിളിക്കുന്ന കുഞ്ഞെന്നാ, പക്ഷെ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാ. കേട്ടോട്ടി. എന്ത് ചെയ്യുന്നു? ഒരു കണക്കിന് പറഞ്ഞ സർക്കാർ ജോലിയാ. STD ബൂത്ത് നടത്തുക. IST ലോക്കലൊക്കെ ഉണ്ട്, വലിയ പ്രസ്ഥാന. ഇൻകമിംഗ് കോള് ഫ്രീയാ. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് വിളിക്കേ. അല്ല, അച്ഛനും മോളോട് സർക്കസിൽ എന്തൊക്കെ ഐറ്റംസാ കാണിക്കുന്നേ? എന്താണെന്നറിയോ? ഈ സർക്കസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാ. ഒരിക്കൽ ഭാരത സർക്കസുകാരൻ നോട്ടോട്ടതാ ഞാൻ നടന്നു പോണ സമയത്ത്. പക്ഷെ ഞാൻ പിടികൊടുത്തില്ല കേട്ടോ. അവരെ പോലെ ഞങ്ങൾ അത്ര വലിയ കമ്പനിയൊന്നും അല്ല. മോള് ഡോലക്ക് ഓട്ടി പാടും, ഞാൻ ചില നമ്പറുകളൊക്കെ കാണിക്കും, അത്രയേ ഉള്ളൂ. കൂടെ 4-5 പേരുണ്ടായിരുന്നതാ. പലരും മതിയാക്കി പല വഴിക്ക് പിരിഞ്ഞു. പട്ടിണി തന്നെയാ കാരണം. മോനറിയോ, പേരെടുത്തൊരു കമ്പനിയിലെ റിംഗ് മാസ്റ്റർ ആയിരുന്നു ഞാൻ. എവിടമ്മ ട്രപ്പീസും. ഒരിക്കൽ ഷോ മുടങ്ങാതിരിക്കാൻ മറ്റൊരുവൾക്ക് പകരം 3 മാസം ഗർഭിണിയായ എന്റെ ഭാര്യയെ മാനേജർ നിർബന്ധിച്ച് ട്രപ്പീസിലിറക്കി. പഴയതുപോലെ മെയ് വഴങ്ങുമോ? വീണു, പക്ഷെ മരിച്ചില്ല. 6 മാസത്തോളം തളർന്നു കിടന്നിട്ട് അവസാനം കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ മോളെ എനിക്ക് സമ്മാനിച്ചിട്ട് അവൾ പോയി. അന്ന് ആ കൂടാരം വിട്ടിറങ്ങിയതാ. എന്നോടൊപ്പം മറ്റു പലരും ഇറങ്ങി. പക്ഷെ ഇപ്പോ ഞാനും എന്റെ മോളും മാത്രമായി. ഈ കുട്ടിയെ തനിച്ചോട് നിർത്തണ്ട, കുടിലേക്ക് കൊണ്ടുപോളൂ. പ്രായമായ പെണ്ണിനെ പിന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറ്റുമോ വാസു? നീ എന്റെ കൂടെ വീട്ടിലേക്ക് പോരണോ? അവിടെ നിനക്കൊരു കുറവുണ്ടാകുക. ചുമ്മാ എന്റെ വാസു മോള് കൊണ്ടുപോക്കോ. വാട്ടു ഇവിടെ കിട്ടണ കാണും. ഞാൻ ഇവിടെ തന്നെ കാണൂടെ പട്ടി. എന്തുവാടാ? അല്ല, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞതാ. എന്താണ് നാഷണൽ ഹൈവേ? പിള്ളേരടിച്ചാ മരിച്ചേനെ. നീ വന്നോ? നമ്മുടെ കുഞ്ഞനാ. ഉമ്മ,
എന്താ ഇത്? കുറച്ച് അരി സാധനങ്ങളാ, പിന്നെ ചെമ്പകത്തിലെ 2 ഉടുപ്പും. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച അരി സാധനങ്ങൾ തന്നെ തീർന്നിട്ടില്ല. എന്നാലും ഇരിക്കട്ടെ, പെരയില് പുതിയൊരാളും കൂടി വന്നല്ലേ. ദാ ഇതും വെച്ചോളൂ. ഇനി കാശെന്തിനാ? വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഉമ്മാക്ക് തരാൻ വേണ്ടി ജമാൽ അയച്ചു തന്നതാ, തിരക്കിനിടയിൽ ഞാൻ മറന്നു. ജമാൽ എന്ന് പറയണത് എന്റെ മോനാ. ഓനിപ്പോ ബോംബെയിലാ, പെരുന്നാളിന് വരും. അപ്പൊ മോക്ക് കാണാം. അല്ലാ, മോക്ക് കണ്ണില്ലാത്ത കാര്യം നമ്മൾ എപ്പോഴും മറന്നു പോകും. ആ ഉമ്മ, എന്തേലും ആവശ്യമില്ല വിളിച്ചാ മതി. പിന്നെ സന്ധ്യ കഴിഞ്ഞ് കുട്ടിയെ പുറത്തേക്ക് ഇറക്കണ്ട. ഈ കോളനി അത്ര ശരിയല്ല, അതുകൊണ്ടാ. എന്ന് കരുതി ചെമ്പം പേടിക്കൊന്നും വേണ്ട. തൊട്ട് മുമ്പിലെ പെരെ തന്നെ ഞാനുണ്ട്. എന്തിനു വന്ന ഞാനിവിടെ ഉള്ളപ്പോ വേറെ ഒരുത്തനോട് തല വെക്കില്ല. ധൈര്യമായിട്ട് ഇരുന്നോളൂ. ആരടാ അവിടെ? അവിടെ ആരുമില്ല, നിന്റെ നിഴലത്. നേരിലായാലെന്താ? ചോദിക്കാതെ ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവനൊക്കെ തല കയറി നിരങ്ങും. ഇവന്റെ ഒരു കാര്യം. ഓ, എന്റെ നെഴിന് ജുറാസി പാർക്കിന്റെ ഛായ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കൂടെ നടന്നോളൂ, ഒരു പണിക്കും പോവാണ്ട്. രാത്രിയിൽ ഇരുന്ന് ഉറക്കൂലേ? മുമ്പിൽ നിന്ന് മാറിക്കട, അല്ലെങ്കിൽ ഞാൻ ചവിട്ടുകുട്ടി പഴയ കൊലിച്ചറിയും. അടുത്ത മാസം ഇവന് സ്റ്റേറ്റ്സിലേക്ക് പോണം. കാര്യങ്ങളൊക്കെ നമുക്ക് അതിനു മുമ്പ് നടത്തണം. അതിനെന്താ പ്രശ്നം? എന്നാന്ന് പറഞ്ഞാ മതി, അന്ന് കല്യാണം. സാറിനൊരൊറ്റ മോള, ഈ കാണുന്നതല്ല ആ കൊച്ചിനുള്ളതാ. ലക്ഷ്മി, 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 ഇറങ്ങണ വെളിയിൽ. നിനക്കെന്താ അവിടെ കാര്യം? പോലീസിന്റെ ഭാഷന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്റെ പെണ്ണ, ഞാനല്ലാതെ വേറെ ഒരുത്തനും ഇവളുടെ കഴുത്തിൽ തലയിട്ടില്ല. ഇവക്ക് വേണ്ടി സമയങ്ങളത് എനിക്ക് പോടോ. എന്താണോ ഇവന്റെ ഒക്കെ മുമ്പ് വെച്ച് നാണം കെടുത്താനാണോ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്? കല്യാണം മുടക്കാൻ വേണ്ടി കേറി വന്നോളും ഓരോരോ തെണ്ടികൾ ഇറങ്ങി. ഇവിടെ തെളിയാതെ കിടക്കുന്ന കുറെ കേസുകളില്ലേ, അതൊക്കെ അവന്റെ പേര് ചാർജ് ചെയ്യണം സാർ. കിടക്കട്ടെ, കുറെ കാലം ജയിലിൽ, അപ്പ പഠിക്കും. ഇങ്ങനെ ഒരുത്തനുള്ളതിലും ഭേദം. വേണ്ട സാർ, ഇനി എനിക്ക് അവനെ വേണ്ട. നിനക്കെന്താ അവിടെ കാര്യം? കാര്യം ഉണ്ടാക്കിയത് അച്ഛനല്ലേ? അച്ഛൻ എന്നോട് ഒരു വാക്ക് പറയാതെയാണ് ആ പെണ്ണ് കാണുന്ന ചടങ്ങ് നടത്തിയത്. ഞാനപ്പ അതിനെ സമ്മതിച്ചത് അച്ഛൻ അവരുടെ മുന്നിൽ നാണം കെടണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇല്ലാത്ത കേസുണ്ടാക്കി എന്റെ പ്രസാദിനെ ജയിലിലാക്കാൻ ശ്രമിച്ചാൽ കോടതിയിൽ വന്ന് എനിക്ക് സത്യം പറയേണ്ടി വരും. പ്രസാദ് എന്നെ കാണാൻ വന്നതാണെന്നും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. രാവിലെ പത്രത്തിൽ വായിച്ചുള്ളൂ, മഞ്ചേരിയിൽ ഒരു കൊല നടന്നു. കൊല നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണണേ. എന്താ കണേരേട്ടാ, തലയിൽ എന്താ കൊലയാണോ? തലയിൽ മാത്രമല്ല. ഓ ഷ്യോ, ഒന്നും ചോദിക്കണ്ടായിരുന്നു. നീ ഒന്നുകൂടെ അങ്ങ് വളഞ്ഞല്ലോ. വളഞ്ഞു പോയെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് നിവർത്തിക്കോളാം. താൻ ആദ്യം തന്റെ മൂലക്കുറി ശരിയാക്കാൻ നോക്ക്. ചോര തൂറി ചാവറായി തെണ്ടി. എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ല. തല മുടിയില്ലാത്തവൻ, കഷണ്ടി, വൃത്തികെട്ടവൻ. അയാളെന്താ വളഞ്ഞു എന്നൊക്കെ പറഞ്ഞേ?
അതെ എനിക്കൊരു 6 അടി പൊക്കമുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ അഹങ്കാരം ഒന്നും കാണിക്കാതെ അല്പം കുനിഞ്ഞു വളഞ്ഞേ നടക്കാറുള്ളൂ. കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്ന ഇവനൊക്കെ എന്നോട് അസൂയ. എനിക്ക് പാലിന്റെ നിറമാണേ. പാലിന്റെ നിറോ? തൂവെള്ള, ഓഫ് വൈറ്റ്. കണ്ണുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളൊക്കെ കാണായിരുന്നു. ദൈവം എന്നെങ്കിലും ചെമ്പകത്തിന് കാഴ്ചയായിരുന്നു. ഞാനും പ്രാർത്ഥിക്കാം. കേട്ടോ കുഞ്ഞാ, ഇവള് പറയണേ എന്തെങ്കിലും ജോലിക്ക് പോയാലോ ഒന്ന്. അതിനിവിടെ സർക്കസമനൊന്നും ഇല്ലോ. പിന്നെ ഇയാള് ജോലിക്കോട്ട് വേണമല്ലോ ഇവിടെ കുടുംബം പോലേ. അയ്യോ അതല്ല, വെറുതെ ഇരിക്കുമ്പോ മനസ്സിൽ സങ്കടങ്ങൾ കൂടാ, അതുകൊണ്ടാ. എന്നാലൊരു കാര്യം ചെയ്, നമ്മുടെ സ്വന്തം സ്ഥാപനത്തിലേക്ക് പോന്നോളൂ. അവിടെ ആകുമ്പോ എനിക്കൊരു സഹായം ആവൂലോ. അല്ല, അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ബൂത്ത് പൊട്ടാതെ എനിക്ക് പുറത്തു പോവാലോ. അത് കൊള്ളാം. എന്നാ ചെമ്പകം നാളെ തന്നെ ചാർജ് എടുത്തോളൂ. ഗണപതിയാ, തൊഴുതോളൂ. കുറച്ചുകൂടി ലെഫ്റ്റ് തിരിച്ചോളൂ. ലെഫ്റ്റ്. ആ, ബ്ലൈൻഡാ ബ്ലൈൻഡാ. ഇനി നമുക്ക് ഫോണിന്റെ അരിസ്റ്റർ കുറിക്കാം. കസേര ഇരുന്നോളൂ. പിടിച്ച് മുമ്പിലിരിക്കുന്ന ടെലിഫോൺ. ചിലർ വന്ന് സ്വയം നമ്പർ കുത്തി വിളിച്ചോളും. വേറെ ചിലർ വന്ന് നമ്പർ പറയും. അപ്പൊ നമ്മൾ തെറ്റാതെ വിളിച്ചു കൊടുക്കണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഈ കയ്യൊന്നും ഞാൻ എടുക്കുകയാണേ. ഈ മടക്കിയ വിരലുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ടെലിഫോൺ ബൂത്ത് നടത്താനുള്ള മിനിമം യോഗ്യത ഒരു ചൂണ്ടാണി വിരലെങ്കിലും വേണമെന്നുള്ളതാ. ഈ വിരലുകൊണ്ട് ഇതാ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 ഇല്ലാട്ടോ, 0. ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ വിളിക്കാൻ വന്ന ആള് 493915 ഒന്ന് വിളിച്ചായിരുന്നു ഞാൻ പറയും. അപ്പതാ ചെമ്പകന്തേ ഇങ്ങനെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് വെക്കുക. തേനീച്ച മൂളുന്ന പോലെ ചെറിയൊരു ശബ്ദം കേട്ടില്ലേ? അതാണ് ഡയൽ ടോൺ. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാ ദാ ഇങ്ങനെ 493915 അത്രേ ഉള്ളൂ. ബെല്ലടിക്കുന്നുണ്ടോ? അവിടെ ഹലോ എന്ന് പറയുമ്പോ ഹോൾഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തരണം. എന്താ? ഹലോ ഹോൾഡ് ചെയ്യൂ. ഹലോ ഹോൾഡ് ചെയ്യൂ. അയ്യോ, ഇങ്ങോട്ട് തരും തരും. ഹലോ, ഇത് ഏത് നമ്പറാ? ഇത് പോലീസ് സ്റ്റേഷനാ. ഞാൻ സർക്കിളാ. ഞാൻ സ്ക്വയറാ. ഇത് റെയിൽവേ സ്റ്റേഷനാ. വെക്കണ ഫോൺ. ഗണപതി കൊച്ചപ്പോ ഇടിവഴിപാടായേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ വിളിച്ച് ഇതുപോലെ ഇടിവിട്ട് തമാശകളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആ, ഇനിയും കളിക്കാം. കുഞ്ഞോ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എന്നിട്ട് ചക്കിക്ക് ഒരാൾ ചോറ് നീ തന്നില്ലല്ലോ. നിന്റെ പെണ്ണിനെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. കൊള്ളാം, നല്ല സുന്ദരി കൊച്ച്. നിങ്ങൾ തമ്മി നല്ല പൊരുത്തവാ. എന്റെ ചക്ക മുമ്പേ ഇത് ഞാൻ കല്യാണം കഴിച്ച പെണ്ണല്ല. കണ്ടാൽ അങ്ങനെ തോന്നു. ചക്കയ്ക്ക് ചായക്ക് കാശ് താടാ കുഞ്ഞാ. ഓ, ചായ ആക്കണം. എന്തിനാ? ബിരിയാണി തന്നെ ആയിക്കോട്ടെ. ചായ തന്നെ മതി. ഓ, ഈ ചക്കമ്മയുടെ ഒരു കാര്യം പറയുന്ന കേട്ടില്ലേ? നമ്മൾ തമ്മിൽ നല്ല പൊരുത്തോമ്പ്. പുറപ്പെട്ടു. എന്തേത്? പുറപ്പെട്ടു. ഹലോ എന്തോ? ഹലോ, എന്നെ വിളിച്ചാ? മനുഷ്യനും മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂലേ? ആ, ഞാൻ ടെസ്റ്റ് ചെയ്യാം. നിനക്കേ വെച്ചിട്ടുണ്ടോ പട്ടി? അല്ല, ഓൾ റേഡിയോ. പിടിച്ചേ, തന്റെ കോപ്പി. നിന്റെ ശബ്ദം എന്താടാ? ഒന്ന് അനൗൺസ് ചെയ്തേ. നീ ചാ പോടാ. ബേസ് ബേസ്. ആ, നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധന കഴുത്തെ കയറ് കെട്ടിയാ ഇവനൊക്കെ സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. ഒരു കോപ്പിലെ സൗണ്ട് എഞ്ചിനീയർ. എന്നിട്ട് കോളാമ്പി കുറ്റവും.
കുഞ്ഞനില്ലേ? ഇല്ല, ഫോൺ ബിൽ അടയ്ക്കാൻ ടൗണിൽ പോയിരിക്ക. കുഞ്ഞന്റെ ആരാ കുട്ടി? നാണിക്കണ്ട, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതിരിക്കട്ടെ, എന്നാ കല്യാണം? പറയൂതേ, മാമ കേൾക്കട്ടെ എന്ന്. ആരടാ ഈ കൽക്കട്ട മാമൻ? എന്താണ് നിനക്ക് വേണ്ടത്? അല്ല, കുഞ്ഞേട്ടൻ വന്നോ? ആ, ഞാനിപ്പോ വന്നുള്ളു ചെമ്പകം. ആരെയാള്? എന്താണ് നിനക്ക് അറിയേണ്ടത്? അല്ല, കല്യാണം എന്നാന്ന് ചോദിച്ചതാ കുഞ്ഞാ. കല്യാണം ചിങ്ങത്തും ഉണ്ടാവും. എന്താടാ മാമനൊരു എതിർപ്പുണ്ടോ? ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അതിനെന്തിനെ ചൂടാവണേ? ഞാൻ ചൂടാവൂടാ, നിനക്ക് അറിയണോടാ? അമ്മേ, ഓടാ, അമ്മേ, അയ്യോ, അയ്യോ, കുഞ്ഞേട്ടാ, നല്ലല്ലേ? കുഞ്ഞേട്ടാ, വേണ്ട. ഓടടാ. ഞാൻ പോയിക്കോളാമേ. ആ, അയ്യോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എങ്ങനെ കുഞ്ഞേട്ടാ? എന്ത് ചെയ്യാനാ ചെമ്പകം? എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തെങ്കിലേ കൈക്കും കാലിനൊക്കെ ഒരു ആയാസം ഉണ്ടാവുള്ളൂ എന്ന് കരുതി ചെമ്പകത്തിന് ഞാൻ തല്ലൊന്നുമില്ല കേട്ടോ. ആ, ചിങ്ങം പറഞ്ഞാ കല്യാണം നടത്തണം. അയാളോട് പറഞ്ഞും പോയി ഇല്ലേ? പിന്നെ ചെമ്പകം നാളെ ഗവൺമെന്റ് സ്കൂളിൽ ഹാളിൽ നടക്കുന്ന എലിപ്പനി നിർമ്മാർജ്ജന ക്യാമ്പിലേക്കും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിലേക്കും ഇന്നാട്ടിലെ എല്ലാ അന്ധന്മാരെയും അന്ധികളെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേവരെയും ചെമ്പകം കേട്ടോ? നമുക്കൊന്ന് നോക്കിയാലോ? ജന്മനാ ഉള്ള ഇരുട്ടല്ലേ, ഇനി ഇതിൽ വെളിച്ചമുണ്ടാവും തോന്നുന്നില്ല. പറഞ്ഞു കേട്ടിട്ടില്ല, ഈ ഭൂമിയിലെ നിറങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. ഓ, ആര് പറഞ്ഞു? ചിലപ്പോ ഒരു ഡോക്ടർ ഒരു ലെൻസ് വെച്ചാ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടാവൂ. എന്തായാലും സൗജന്യമല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം.